ഇവിടെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A Salam കൂടി. PM A Salam, ഈ ഒരു വർഷം ആചരിക്കുന്ന ഈ ദിവസം നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിനോട് ആളുകൾക്ക് പ്രത്യേകമായ ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി എവിടെയെന്ന്. ആ കാര്യത്തിൽ ഒരു വ്യക്തതയും ക്ലാരിറ്റിയുമുള്ള ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മറുപടി പാർട്ടി പറയുമോ ഇപ്പോ? തീർച്ചയായും ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. വളരെ സുതാര്യമായിട്ടാണ് മുസ്ലിം ലീഗ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത്. നിങ്ങൾക്കറിയോ, ഗവൺമെൻറ്റിനെ പോലും വിശ്വസിക്കാതെയാണ് ജനങ്ങൾ മുസ്ലിം ലീഗിൻ്റെ വയനാട് ദുരിതബാധ പ്രശ്നത്തിലേക്ക് മുസ്ലിം ലീഗിൻ്റെ സഹായ ഫണ്ടിലേക്ക് പണം പ്രവഹിച്ചത്. മുസ്ലിം ലീഗിനെയും അതിൻ്റെ നേതാക്കന്മാരെയും ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിനെയും വിശ്വസിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും വിദേശത്തുമുള്ള നിരവധി മലയാളികളും അല്ലാത്തവരുമായ ആളുകൾ ഇതിലേക്ക് സംഭാവന തന്നത്. അവരുടെ വിശ്വാസം പൂർണ്ണമായും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, അവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെ 170 വീടുകൾ പൂർണ്ണമായും 145 വീടുകൾ ഭാഗികമായും തകർന്നു പോയിട്ടുണ്ട്. 245-ലധികം വീടുകൾ വാസയോഗ്യമല്ലാതായി തീർന്നിട്ടുണ്ട്. ഈ ചൂരൽമലയിലും മറ്റേ മുണ്ടക്കയിലുമല്ലാതെ അതിനപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ പോലും ആളുകൾ ഇനി അതിൻ്റെ മുകളിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ അവിടുന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇങ്ങനെ ഗവൺമെൻറ് ഇതിനുണ്ടാക്കിയ ലിസ്റ്റിൽ ഒരുപാട് ആളുകൾ, അർഹരായ ആളുകൾ ഒഴിവായിപ്പോയി എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. ഒരു ഗവൺമെൻറ്റിന് ഈ ദുരിതബാധിതരുടെ ലിസ്റ്റ് പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിരന്തരമായി ഇത് സംബന്ധിച്ച് സമരം ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ദുരിതബാധിതരുടെ ഒരുപാട് സമരങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ നടന്നു. അവരെ പുനരധിവസിക്കുന്നത് വരെ പുനരധിവാസം അനന്തമായി സർക്കാരിന് നീട്ടിക്കൊണ്ടു പോവുകയാണ്. പുനരധിവാസം നടക്കുന്നത് വരെ ഇവർക്ക് വാടക കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് കാലം വാടക നിന്നു. വാടക നിന്ന് അസംബ്ലിയിൽ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് വീണ്ടും വാടക കൊടുക്കാൻ തീരുമാനിച്ചത്. ഇപ്പോഴും മാസങ്ങളോളമായി വാടക കൊടുത്തിട്ടില്ല. അത്തരമൊരു സാഹചര്യം പോലും ഉണ്ട്. ഗവൺമെൻറ് ഇവിടെ പറഞ്ഞ പോലെ 770 കോടി രൂപ പിരിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് 91 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത്. ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ഗവൺമെൻറ് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അവിടെ കടകൾ നഷ്ടപ്പെട്ട കച്ചവട വ്യാപാരികളുണ്ടല്ലോ, ആ വ്യാപാരികൾക്ക് ഗവൺമെൻറ് എന്താ ചെയ്തു കൊടുത്തത്? മുസ്ലിം ലീഗ് അവിടുത്തെ വ്യാപാരികൾക്ക് മുഴുവൻ 50,000 രൂപ വീതം, 1,50,000 രൂപ വീതം അവർക്ക് ആശ്വാസധനമായി കൊടുത്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗ് ചെയ്തത് പോലും ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കൃഷിക്കാർ, ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞു, വ്യാപാരികളുടെ കാര്യത്തിലല്ലേ PM A Salam ഞാൻ ചോദിക്കുന്നത്? സർക്കാരിന് ആ കാര്യത്തിൽ പലതരത്തിലുള്ള നടപടിക്രമങ്ങളെ മറികടന്ന് പോവേണ്ടതുണ്ട്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ടായ കോടതി വ്യവഹാരങ്ങളുടെ കാര്യം നമുക്കറിയാം. വാടക നിന്ന് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വാടകയും ദിനപത്തയും എല്ലാം ഇപ്പോഴും പ്രോപ്പറാണെന്നാണ് ഇവിടെ സംസാരിക്കും ആളുകളോട് പറയുന്നത്. താങ്കൾ പറഞ്ഞ ഒരു പോയിന്റ് ശരിയാണ്. പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഇനിയും ഒരുപാട് ആളുകൾ പിന്നിലുണ്ട്. പ്രത്യേകിച്ച് ഈ പടവെട്ടിക്കുന്ന് എന്നൊക്കെ പറയുന്ന സ്ഥലത്തുള്ള ആളുകൾ. സർക്കാരിന് പോട്ടെ, സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിക്കാം. ഗവൺമെന്റ് ഒരു പൈസ ചെലവാക്കുമ്പോൾ അതിന് കണക്കുണ്ടാവണം, അതിന് സാങ്കേതികത ഉണ്ടാവും. മുസ്ലിം ലീഗ് കയ്യിലുള്ള കോടികൾ നിങ്ങൾ ഇതുവരെ എന്താണ് ചെലവാക്കാതെ വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അത്രയും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണല്ലോ. ഇപ്പോഴും നിങ്ങൾക്ക് അത് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് പറയുന്ന മറുപടി എന്താണ്? നിങ്ങളെന്താ ചെലവാക്കാതെ വെച്ചിരിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? സത്യത്തിൻ്റെ ഒരു ഗണികയും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങളെ ചോദിക്കുമായിരുന്നില്ലല്ലോ. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ കച്ചവടക്കാർക്ക് 1,00,000 വീതം രൂപ കൊടുത്ത് ഞങ്ങളല്ലേ. അവിടുത്തെ താമസക്കാർ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീടുകളിൽ ആവശ്യമുള്ള ഉപകരണങ്ങൾ മുഴുവൻ വാങ്ങി നൽകിയത് ഞങ്ങളല്ലേ. ഒരുപാട് കാലം അവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നൽകിയത് മുസ്ലിം ലീഗല്ലേ. ആ പ്രദേശത്തെ ആളുകൾക്ക് ആവശ്യമായ മെഡിക്കൽ സഹായം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ PTH, CH സെൻറ്റർ പോലുള്ള സേവനങ്ങൾ ഇപ്പോഴും ഈ വാടക വീടുകളിൽ പോയി ഇപ്പോഴും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ മെഡിക്കൽ ടീം അടക്കമുള്ള ആളുകൾ. അതുപോലെ അവർക്ക് ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വീട് ഞങ്ങളുടെ അവസാനത്തെ ഘട്ടമാണ് പുനരധിവാസം. അതിനുവേണ്ടിയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എവിടെ എത്തിയെന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അത്യാവശ്യം മാധ്യമപത്രമെങ്കിൽ നിങ്ങളൊന്ന് വായിക്കണ്ടേ? അതിന് ഞങ്ങൾ സ്ഥലം കണ്ടെത്തി. നിങ്ങൾക്കറിയാലോ വയനാട്ടിലെ സ്ഥലത്തിന്റെ ബുദ്ധിമുട്ടുകൾ. പ്ലാന്റേഷൻ ഭൂമിയുണ്ട്. കടമ്പകളൊക്കെ കടന്ന്
ആ ആളുകൾക്ക് ആ Yes, yes. പ്രദേശത്ത് അല്ല, ഞാൻ പുറത്ത് ചോദിച്ചത് പോകാൻ PM സലാം എന്റെ മേപ്പാടി പ്രധാനപ്പെട്ട ചോദ്യം പഞ്ചായത്തിലാണ് ഇതായിരുന്നു. കുറേ നിങ്ങളുടെ ആളുകൾ താമസിച്ചിരുന്നത്. ആ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ വാസയോഗ്യമായ സ്ഥലം ആവശ്യമാണ് എന്ന് അവർ നിർബന്ധം പിടിച്ചപ്പോൾ, അവർക്ക് ആവശ്യം വന്നപ്പോൾ ആ ആവശ്യത്തോടൊപ്പം പാർട്ടി നിന്നു. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ മേപ്പാടി മുട്ടിൽ റോഡിൽ ശരി, ഞാൻ PM സലാം, എനിക്ക് ചോദ്യങ്ങളുണ്ട്, പക്ഷെ താങ്കൾ അങ്ങോട്ട് കേൾക്കുന്നത്